ഒരു കടലും വളരെ വിശാലമല്ല, ഒരു ദൗത്യവും അകലെയല്ല, ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന സൂചന നൽകി ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ ദിവസം പങ്കുവച്ച സന്ദേശമാണിത്. പഹൽഗാമിന് മറുപടിയായി ഏത് നിമിഷവും പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈനിക ശേഷി പൂർണ്ണ സജ്ജമാണ്. ഏപ്രിൽ 22-ന് ശേഷമുള്ള ഓരോ ദിവസവും പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുമ്പോഴും ആയുധം എടുക്കുന്നതല്ല യഥാർത്ഥ പ്രതിവിധിയെന്ന് ഇന്ത്യ കരുതുന്നു. അതാണ് നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കിക്കൊണ്ടുള്ള ഇന്ത്യൻ നീക്കത്തിന് പിന്നിൽ. ആദ്യം കാണാം RDX റാപ്പ്. ഏപ്രിൽ 22-ലെ പഹൽഗാം വെടിവയ്പ്പിന് ശേഷം അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് 22 തവണ. ഇന്നും 5ഇടങ്ങളിൽ വെടിനിർത്തൽ കരാർ ലംഘനം. തുടക്കം മുതൽ പാക് മന്ത്രിമാരുടെ വാക് പ്രകോപനങ്ങൾ വേറെയും. എന്നിട്ടും ഇന്ത്യ യുദ്ധമെന്ന കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. ആയുധമല്ല ആദ്യ പരിഹാരമെന്ന പക്വമായ നിലപാടാണ് ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നിൽ. നയതന്ത്ര നീക്കത്തിലൂടെ പാകിസ്ഥാനെ എങ്ങനെ ഒറ്റപ്പെടുത്താമെന്നതിലാണ് ഇന്ത്യ ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി ഉടൻ യോഗം ചേരാനിരിക്കുന്നതാണ് അതിൽ അവസാനത്തേത്. പുറത്ത് ഇന്ത്യക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച രാജ്യങ്ങൾ UN-ലും ഇന്ത്യയെ അനുകൂലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പാകിസ്ഥാന് നൽകുക വൻ തിരിച്ചടിയാകും. അപ്പോഴും എല്ലാ തരത്തിലും സജ്ജമാണെന്ന സൂചന ഇന്ത്യ പാകിസ്ഥാനും ലോകത്തിനും നൽകുന്നുണ്ട്. കരസേനയും നാവികസേനയും അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയതിന് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയും യുദ്ധവിമാനങ്ങളുടെ പരിശീലന പറക്കൽ നടത്തി. പാക് രഹസ്യാന്വേഷണ ഏജൻസി ISIക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന NIA കണ്ടെത്തലും ഇന്ത്യ ലോകത്തിനു മുന്നിൽ വെച്ചു. ലഷ്കർ ഇ ത്വയ്ബയ്ക്ക് ഭീകരാക്രമണ നിർദ്ദേശം നൽകിയത് ISI ആണെന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്ത്യ ഒരു നയതന്ത്ര വിജയം നേടാനുള്ള നീക്കത്തിലാണ് എന്ന് തന്നെ വേണം കരുതാൻ. ആയുധമെടുക്കാതെ നയതന്ത്ര നീക്കത്തിലൂടെ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാനാണ് ഇന്ത്യയുടെ നീക്കം എന്ന് വിലയിരുത്താനേ ഈ സാഹചര്യത്തിൽ തരമുള്ളൂ. ഇന്ത്യ പാക് സംഘർഷം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗം ഉടൻ ചേരും. സുരക്ഷാ സമിതി യോഗം ചേരാനുള്ള നീക്കം ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് എന്നാണ് വിലയിരുത്തൽ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായകമാവുമെന്നും UN കരുതുന്നു. ഭീകരരെ പിന്തുണച്ചെന്ന ഖവാജ ആസിഫിന്റെയും ബിലാവൽ ഭൂട്ടോയുടെയും പരാമർശങ്ങൾ ഇന്ത്യ ചർച്ചയാക്കും. അമേരിക്കയും റഷ്യയും അടക്കം രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോടും പാക് പ്രധാനമന്ത്രിയോടും സംസാരിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇതിനിടയ്ക്ക് രംഗത്തെത്തി. ഇന്ത്യ ആവശ്യപ്പെടുന്ന തെളിവുകൾ നൽകണമെന്ന് പാകിസ്ഥാനോട് മാർക്ക് റൂബിയോ ആവശ്യപ്പെട്ടു. ഇന്ത്യ നിർദ്ദേശിക്കുന്ന അന്വേഷണവുമായി സഹകരിക്കണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യ ശ്രദ്ധാപൂർവം പ്രതികരിക്കണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. തീവ്രവാദികളെ പിടികൂടാൻ പാകിസ്ഥാൻ സഹായിക്കണമെന്നായിരുന്നു JD വാൻസിന്റെ ആവശ്യം. പാകിസ്ഥാന് മേൽ സമ്മർദ്ദവും ഏറുന്നുണ്ട്. വിദേശ വിമാന കമ്പനികളും പാക് വ്യോമപാത ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് എയർവേസ്, എയർ ഫ്രാൻസ് തുടങ്ങിയ മുൻനിര യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഉപേക്ഷിക്കും. ന്യായം ഇന്ത്യൻ ഭാഗത്താണ് എന്ന് തത്വത്തിൽ അംഗീകരിച്ച് പ്രമുഖ UN സഖ്യരാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാവുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. സേനകൾ സജ്ജമാണ്, പക്ഷേ പ്രകോപനത്തിലില്ല എന്നതാണ് ഇന്ത്യൻ നിലപാട്. യുദ്ധവിമാനങ്ങളുടെ പരിശീലന പറക്കൽ നടത്തി ഇന്ത്യൻ വ്യോമസേന. UP ഷാജഹാൻപൂരിലെ ഗംഗ എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പിലാണ് പരിശീലനം. റഫാൽ, സുഖോയ്, മിറാഷ്, ജാഗ്വാർ, മിഗ് തുടങ്ങിയ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനമാണ് ഉണ്ടായത്. ഗതാഗത വിമാനങ്ങളും പരിശീലനത്തിൻ്റെ ഭാഗമായി. ഒപ്പം മോശം കാലാവസ്ഥ പ്രതികൂലമായി എങ്കിലും അഭ്യാസം വിജയമാണ് എന്നാണ് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ഗംഗ എക്സ്പ്രസ് വേ 3.5 കിലോമീറ്റർ രാത്രിയിലും യുദ്ധവിമാനങ്ങൾക്ക് പറന്നിറങ്ങാവുന്ന പരുവത്തിൽ ആണ് ഉള്ളത്. അതിർത്തിയിൽ പ്രധാന പോസ്റ്റുകളിലെല്ലാം കരസേന സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. നേവി മിസൈൽ വേധ പടക്കപ്പലുകൾ സജ്ജമാണ്. പരിശീലന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക YouTube ചാനൽ ഇന്ത്യ ബ്ലോക്ക് ചെയ്തു. ഗായകൻ ആതിഫ് അസ്ലം, ക്രിക്കറ്റർമാർ തുടങ്ങിയ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പാക് ഹാക്കർമാരുടെ സൈബർ ആക്രമണ ശ്രമം ഇന്നും തകർത്ത് ഇന്ത്യൻ സൈബർ സുരക്ഷാ ഏജൻസികൾ രംഗത്തെത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വെബ്സൈറ്റുകളും നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമുണ്ട്. പാക് രഹസ്യാന്വേഷണ ഏജൻസി ISIക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഭീകര സംഘടന ലഷ്കർ എ ത്വയ്ബ ഭീകരാക്രമണം നടത്തിയത് ISI നിർദ്ദേശപ്രകാരമാണ് എന്ന് പറയുന്നു. വിവരങ്ങൾ ലഭിച്ചത് ഭീകരർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഫോണുകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചതിലൂടെയാണ്. റിപ്പോർട്ടിൽ നിലവിൽ NIA കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തതിൻ്റെ വിശദാംശങ്ങളുമുണ്ട്. ആക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപ് തീവ്രവാദികൾ ഇന്ത്യയിലെത്തിയിരുന്നു. പ്രാദേശിക സഹായം ലഭിച്ചു. ബൈസരനിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ കെമിക്കൽ വിശകലനത്തിന് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും പാക് പ്രകോപനമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു, നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ 5 സ്ഥലങ്ങളിൽ ഇന്നും പാകിസ്ഥാന്റെ വെടിവയ്പുണ്ടായി. ഏപ്രിൽ 22-ന് ശേഷം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് 22 തവണയാണ്. സനീഷ്, ഇങ്ങനെ തുടർച്ചയായി വെടിനിർത്തൽ കരാറൊക്കെ
ഒക്കെ ലംഘിക്കപ്പെടുമ്പോഴും ഇന്ത്യ കുറെ കൂടി പക്വതയോടെയുള്ള ഒരു സമീപനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണ്ട കരുതാൻ. ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും വർഷങ്ങൾ പിന്നോട്ടടിക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി, വളർച്ചാ നിരക്ക് ഒക്കെ. ഇന്ത്യ ഇപ്പോൾ തരക്കേടില്ലാത്ത ഒരു നിലയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് പക്വമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. മാത്രമല്ല, ഇത്രയും ഗുരുതരമായ ഒരാക്രമണം ഉണ്ടാവുമ്പോൾ പോലും നമ്മൾ നിലവിട്ട് പെരുമാറുന്നില്ല എന്നുള്ള ഒരു സന്ദേശം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയും അങ്ങനെ നയതന്ത്ര വിജയം നേടുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് തോന്നുന്നല്ലേ? നിശ്ചയമായിട്ടും ആ അർത്ഥത്തിൽ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പറയുന്ന വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരെ വെടിവെച്ച് കൊന്ന ഭീകരരെ ഡെഫ്യൂസ് ചെയ്യുക, നിർവീര്യമാക്കുന്നത് വരെ പൂർണ്ണ വിജയം നേടാൻ സാധിക്കില്ലെങ്കിലും മറ്റർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ പരിപക്വമായ നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ഒരല്പം വിജയമെന്ന് തന്നെ കണക്കാക്കാവുന്നതാണ്. ഇപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ സർക്കാരിനെ വലിയ തോതിൽ വിമർശിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള വിമർശനങ്ങൾ നമുക്കുമുണ്ട്, വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ ഇത് യുദ്ധം വേണ്ടതില്ല, പാക് പ്രകോപനത്തിന് വഴങ്ങിയിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ, യുദ്ധഭീതി ഒഴിയുകയാണെങ്കിൽ അത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായൊരു നിലപാടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നാനടിച്ചാൽ താങ്കമാട്ടെ എന്നൊരു ഫീൽ അങ്ങോട്ട് കൊടുക്കുക, എന്നാൽ അത് തന്നെയാണ് വിജയം. അല്ലാതെ അവർക്ക് ആ ഫീൽ ഉണ്ടാക്കി കൊടുക്കുക, ഇദ്ദേഹം അടിച്ചാൽ അല്ലെങ്കിൽ ഈ അടിക്കുന്നയാൾ ഇന്ത്യക്ക് അടിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട് എന്ന തോന്നൽ പൊതുവിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുക എന്നത് ഈ രണ്ട് കാര്യങ്ങളിലും അത്യാവശ്യം തെറ്റില്ലാത്ത വിധമാണ് ഇന്ത്യ പോകുന്നതെന്നല്ലേ നമ്മൾ മുഴുവനായിട്ട് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് യുദ്ധഭീതി അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നത് നല്ലതാണ്. എന്ന് മാത്രമല്ല, നമുക്ക് ഈ യുദ്ധം നടത്തുക എന്നുള്ളത് ഇപ്പോൾ പല സ്ഥലത്തും സോഷ്യൽ മീഡിയയിലൊക്കെ അടിക്കൂ എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ അത് ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങൾ, ദശാബ്ദങ്ങൾക്ക് പിന്നിലേക്ക് നമ്മുടെ രാജ്യത്ത് തള്ളിവിടും. നമ്മുടെ മനുഷ്യർ നേരിട്ട് യുദ്ധത്തിൻ്റെ ഭീതികൾ അനുഭവിക്കാത്ത മനുഷ്യരെ പോലും വല്ലാത്ത തോതിൽ ഈ ദുരന്തം വന്ന് ബാധിക്കും. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനിലെ സാധാരണ സിവിലിയന്മാർ എന്ത് പിഴച്ചു, സാധാരണ മനുഷ്യർ അവർക്ക് മേലും ഇത് തീമഴയായിട്ട് യുദ്ധം വരും. നമ്മളിപ്പോൾ രണ്ട് യുദ്ധം രണ്ടിടങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, യുക്രൈനിലും ഗസയിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ എന്തുമാത്രം വലിയ മനുഷ്യ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു വലിയ ഫുൾ സ്വിങ്ങിലുള്ളൊരു യുദ്ധത്തിലേക്കൊക്കെ പോവുക എന്ന് വെച്ചാൽ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇനിയിപ്പോൾ നിയന്ത്രിതമായ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ പോലും അപ്പുറത്തുള്ളത് ഈ ഭീകരവാദികൾ തോന്നിവാസികളാണല്ലോ. ആ രാജ്യത്തിൻ്റെ നേതൃത്വത്തിനാണെങ്കിൽ വേണ്ട പരിപക്വത ഇല്ലതാണ്. ഈ ഭീകരവാദികൾ മറ്റെന്തെങ്കിലുമൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ അടുത്ത അവസ്ഥയിലേക്ക് പോകാതിരിക്കുക, എസ്കലേറ്റ് ചെയ്ത് പോകാതിരിക്കുക എന്ന പരിപക്വമായുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നതെങ്കിൽ യുദ്ധം നടന്നിട്ടില്ല, യുദ്ധം നടക്കുന്നില്ല എന്നതാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്ന ശുഭസൂചനമായിട്ടുള്ള വാർത്തയും ഭാവിയുമെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അത് തന്നെയാണ്. അതായത് നമ്മൾ വലിയ വ്യാപാരമൊക്കെ മറ്റു രാജ്യങ്ങളുമായി നടക്കുന്നത്, ഇപ്പോൾ പാകിസ്ഥാനുമായി വലിയ വ്യാപാരമൊന്നും നടക്കുന്നില്ലെങ്കിലും നമ്മൾ ഇപ്പോൾ ചൈനയുമായി തരക്കേടില്ലാത്ത വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഒരേ സമയം ചൈനയുമായും അല്ലെങ്കിൽ അമേരിക്കയുമായും ഒക്കെ ഒരു നല്ല നയതന്ത്ര ബന്ധം വെച്ച് പുലർത്തുന്നു ഇപ്പോൾ ഇന്ത്യ. റഷ്യയുമായി അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലെ മുതിർന്ന നേതാക്കന്മാരുടെ തുറന്നു പറച്ചിലാണ്. കാരണം ഈ ഞങ്ങൾ ഭീകരപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ്റെ നേതൃത്വം തുറന്നു സമ്മതിക്കുന്നു എന്നത് വലിയ നയതന്ത്ര വിജയം തന്നെയാണ് വേറൊരു തരത്തിൽ. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അവർ നടത്തിയത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് അവർ നയതന്ത്രപരമായ ഒരു നീക്കം നടത്തിയതാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക. ഒരു യുദ്ധത്തിലേക്ക് പോവില്ല, തിരിച്ചടിയിലേക്ക് പോവില്ല. അതിന് പകരം പക്വതയോടെ കാര്യങ്ങൾ വിലയിരുത്തി തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടായിരിക്കും അവർ കൈക്കൊള്ളുക എന്ന് കരുതി കാണും. മാത്രമല്ല, ഇന്ത്യൻ നേതാക്കൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ചാനലുകളൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എടുത്തടി വലിയ തീരുമാനത്തിലേക്കൊന്നും പോകാത്തത്. ഏപ്രിൽ 22-നുണ്ടായ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തിന് ഉണങ്ങാത്ത മുറിപ്പാടാണ്. ആ കൊടും ഭീകരതയിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇതിനകം തന്നെ ഇന്ത്യക്കായിട്ടുണ്ട്. നയതന്ത്ര നീക്കങ്ങളിലൂടെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനും ഇന്ത്യക്കായി. നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും ആയുധബലവുമായി തട്ടിച്ചു നോക്കിയാൽ അടുത്തെങ്ങുമില്ല പാകിസ്ഥാൻ. എന്നിട്ടും മഹാനഷ്ടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സമയത്ത് രാജ്യം ശക്തർക്ക് മാത്രം സാധ്യമാകുന്ന പക്വത കാണിക്കുകയാണ്. കൊടുംപാതകം നടത്തിയ ശക്തികളെയും അവർക്ക് ആശയവും ആയുധവും നൽകിയ അയൽരാഷ്ട്ര നേതൃത്വത്തെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് നിർത്താനും സമാധാനം പറയിക്കാനും ആയുധത്തിൻ്റെതല്ലാത്ത വഴിയിലൂടെ തന്നെ ഇന്ത്യക്കാകുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വികസിക്കുന്നതെന്ന് തോന്നുന്നു. ഈ അവധാനതയും പക്വതയും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്തും. ശത്രുവിൻ്റെ വിനാശകാലത്ത് അവർക്ക് വിപരീത ബുദ്ധി തുടരാൻ തോന്നാതിരിക്കട്ടെ. കാരണം യുദ്ധം ദുരിതവും നാശവും മുറിവുകളും തീരാനഷ്ടവും മാത്രമേ അതിർത്തിക്ക് ഇരുപുറത്തുമുള്ള സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കൂ എന്ന് ആലോചിക്കാനുള്ള പക്വത ഈ രാജ്യത്തിനുണ്ട്. അത് ദൗർബല്യമായി പാകിസ്ഥാൻ കാണാതിരിക്കട്ടെ എന്ന് RDX ആഗ്രഹിക്കുന്നു. ഒരിടവേളയിലേക്ക്